കവി ഇന്നലെ സംസാരം കൂടി പോയി ഇനിയാണ് സംസാരിക്കരുത്. നമസ്കാരം, ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അശ്ലീലമായ അല്ലെങ്കിൽ സഭ്യതരമല്ലാത്ത ഒരു പ്രയോഗമാണ് ഇത് പ്രയോഗിക്കുന്നത്. എന്നോട് പെണിയിട്ട് കാര്യമില്ല. കാര്യത്തിൽ ഗൗരവം വെച്ചുമ്പോൾ അതും അതിനേക്കാൾ അപ്പുറത്ത് വാക്കുകളുണ്ട്. അത് പച്ച മലയാളത്തിൽ വാക്കുണ്ട്. ഒരു പേരിൽ കോത്തിലിട്ട് പണിയരുത്. മോശമായ വാക്ക് എനിക്കറിയാം. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയിൽ പ്രതിപക്ഷ മുന്നണി ഒന്നുകിൽ നിങ്ങൾ BJP ആകുക, അല്ലെങ്കിൽ BJP വിരുദ്ധരാകുക. ഈ പകുതി മനസ്സ് മൃദു ഹിന്ദുത്വം കൊണ്ട് കളിച്ചു നടക്കരുത്. ഇത്ര സങ്കടമുണ്ട് പറയുന്നത്. കാരണം ശരത് പവാർ മൃദു ഹിന്ദുത്വം കളിച്ചിട്ട് ഇപ്പോൾ ഒന്നുമില്ലാതെ ആയില്ലേ? കോൺഗ്രസ് മൃദു ഹിന്ദുത്വം കളിച്ചപ്പോൾ ഒന്നുമില്ലാതെയില്ലേ? ഏതോ ഇനി ഇന്ത്യയിലുള്ളത്? കോൺഗ്രസ് കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്ന കാക്കാമ്പരം മനസ്സിലാക്കണം. 20% വരുന്ന മുസ്ലിങ്ങൾ കോൺഗ്രസിൽ നിന്ന് മാരോടി ഭരണം പോയി കോൺഗ്രസിന്. അത്രയും തന്നെ ദളിതരുണ്ട് ഇന്ത്യയിൽ. അത് പല പാർട്ടിയാണെങ്കിലും അവർ രണ്ടും മാരോടാണ് കോൺഗ്രസ് ഭരണം പോയി. ഇന്ദിരാഗാന്ധിക്ക് ഭരണം പോയി, മൊത്തത്തിൽ ഭരണം പോയി. ഇപ്പോൾ ഏത് സ്റ്റേറ്റാണുള്ളത്? മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ശരത് പവാറിൻ്റെ പാർട്ടി വീണ് തലയില്ല. എന്തൊക്കെ ആയെന്നറിയോ? ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ടത് ആവശ്യമില്ലെന്ന്. നിങ്ങൾക്കെല്ലാം സംഘപരിവാറാണ് വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചേർന്ന് പ്രവർത്തിക്കും. ധൈര്യമായിട്ട് പ്രവർത്തിക്കാം. നിങ്ങൾക്ക് ബാക്കി ആരെങ്കിലും പൊട്ടും പൊടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ കൈകാര്യത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ വരുന്നുണ്ട്. ഇന്ന് നാളെ ഏതാണ്ട് വരുന്നത് ഒരു ഫ്ലെക്സും ഉണ്ട്. ഒരു കുട്ടി ഷർട്ടും ഒരു ജീൻസും ഇട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൾ, പ്രതിപക്ഷ നേതാവ്, അക്ഷാഭ്യാസം ഇല്ലാത്ത പകുതിയധികം പേര്, അക്ഷാഭ്യാസം ഇല്ലാത്ത പകുതി ദരിദ്രവാദിക്ക് ഇന്ത്യയിൽ ഒരു കുട്ടി ഷർട്ടും ഒരു ജീൻസും ഇട്ട് പയ്യനായിട്ട് പയ്യനായിട്ട് കാണും. അതാണോ ഇത് ഉപദേശിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ? നിങ്ങൾക്ക് ബുദ്ധിയും തൻ്റെയോ കഴിവോ യുക്തിയുണ്ടോ? നിങ്ങൾ കോൺഗ്രസിൻ്റെ ആളാണെങ്കിൽ അവർക്ക് ഒരു 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 യൂണിഫോം ഉണ്ട്. അവർ പാരമ്പര്യമായിട്ട് ഇട്ട് പോരുന്നത്. നെഹ്റു പോലും ഇട്ട് പോരുന്നത് ഒരു പൈജാമയും കുർത്തിയും ഒരു കാതി തുപ്പി വേണമെങ്കിൽ അതും. എത്ര അന്തസ്സാ ഡ്രസ്സിന്! നീ ഫ്ലെക്സ് ഉണ്ട്. ഒരു പന്ത് കളിക്കുക ഏതാന്ന് കേട്ടോ. അതാണ് പന്ത് കളിക്കാരൻ വരുമ്പോഴാണ് രാഷ്ട്രീയക്കാരൻ വേണ്ടത്. സങ്കടമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ്സോട് പറയാണ്, ഭീവണ്ടി മഹാരാഷ്ട്രയിൽ വർഗീയ ലഹളയുണ്ടാക്കി. ഭഗത്പൂർ ബീഹാറിൽ, മൊറാദാബാദ് UP, ആസാമിൽ നെല്ലി, ഇവിടെയെല്ലാം വർഗീയ ലഹളയ്ക്ക് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്ന്. അന്നെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. നിങ്ങളുടെ കടമ നിർവഹിച്ചെങ്കിൽ നിങ്ങളുടെ ഭരണം പോവോ? ചെയ്തില്ല. അതിലെന്താ കാര്യത്തിൽ കോൺഗ്രസ് അല്ലാത്ത ഈ പിന്നോക്ക ദളിത് പാർട്ടിയും ഈ മുന്നോക്ക പാർട്ടിയെ കൂടി കോൺഗ്രസ് താല്പിക്കാൻ വേണ്ടി വർഗീയ ഉണ്ടാക്കി സപ്പോർട്ട് ചെയ്യാറ്. ഞാൻ ഒരു കാര്യം പറയാം, ലാലുവിന് വരെ കൈയിടുന്ന എനിക്ക് സംശയമുണ്ട്. ഞങ്ങളുടെ മനഃശാസ്ത്രം പറയുന്നറിയോ? ഇത് പിന്നെ ഭഗത്പൂരിൽ ബീഹാറിലെ അവിടെ റോസാച്ചെടി കണ്ണ് കുത്തിപ്പൊടിച്ച് റോസാച്ചെടി നനച്ചു. 2 കണ്ണ് കുത്തിപ്പൊടിച്ച 2 തുള്ളി രക്തം അത് റോസാച്ചെടി. അപ്പോൾ ഒരു റോസാച്ചെടി എനിക്ക് എത്ര കണ്ണ് കുത്തിപ്പൊടിക്കണം? തകർന്നു പോയില്ലോടെ ബീഹാറിൽ കോൺഗ്രസ്. അത് ചേട്ടൻ ലാലുക്ക് രംഗത്തുനിന്ന് അവിടെ BJP ലാലു രംഗത്തുനിന്ന്. അപ്പോൾ എനിക്ക് ലാലുവിനെ പോലും അത് കൈയുന്നതില്ല, പുള്ളി നേരിട്ടിയതില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ മുസ്ലിങ്ങൾ മുഴുവൻ മാറി ലാലുവിൻ്റെ അടുത്തേക്ക് പോയി. മണ്ടന്മാരെ കോൺഗ്രസ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തായി പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ രൂപീകരണത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിച്ച പ്രധാന പാർട്ടി, ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര പാർട്ടി അഗാധ പോയിരിക്കല്ലേ. അത് കുറേ വർഷം ഇപ്പോൾ ഒന്നല്ല. ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് നിരപ്പില്ലേ 100ഓളം മുസ്ലിം എംപിമാരുണ്ടായിരുന്നേ. 36 കോടി ജനങ്ങളുണ്ടായുള്ളൂ. 36 കോടി 36% വോട്ടുള്ളൂ, ബാക്കി പുറത്തായിരുന്നു. അതിനാണ് നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയത്. ഓക്കെ, അത് പോയി 2 ഡസി താഴെയില്ലേ. ജനസംഖ്യ 36 കോടി സ്ഥാനത്ത് 150 കോടിയായി. ഈ കോൺഗ്രസ് എവിടെയാണ് വായു പൊളിച്ചിരുന്നത്? അപ്പം മൃദു ഹിന്ദുത്വം കൊണ്ട് ബാബരി മസ്ജിദ് പണിയാൻ ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് പൊളിച്ചു, ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളല്ലായിരുന്നോ?
ആ ബാബരി മസ്ജിദ് അങ്ങോട്ട് അയോധ്യ ക്ഷേത്രത്തിൽ കേട്ട് ഈ രാഹുലിനെ കയറ്റിയില്ല എന്ന് പറഞ്ഞേ. രാഹുലൊന്നും അയക്കില്ല, അത് കാതമ്പരാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഫലം അനുഭവിക്കണം. ഇതൊക്കെ പറയുമ്പോഴേ സങ്കടമുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം, ഈ മൃദു ഹിന്ദുത്വം കൊണ്ട് നടക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ പോലും ഒരു പരമാർത്ഥം പറയാം. ഇതൊക്കെ മനസ്സിലായിട്ട് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒരു പാവം വിഭാഗത്തെ സമുദായത്തെ ഒറ്റുകൊടുക്കില്ലാവും. എന്താണ് സംഭവം അറിയോ? കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു CP ജോണും പറയുന്നില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നില്ല, ഒരു കോൺഗ്രസ്സുകാരുടെ ഈ വിഷയം പറയുന്നില്ല. എന്താണ് വിഷയം കേട്ടോളൂ. മലപ്പുറത്ത് ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ടല്ലോ. അതിൽ സംഘപരിവാർ ഉൾപ്പെടെ ടീം തോന്നിയാസം കാണിച്ചിട്ട് കേരളം ഭരിക്കുന്ന കക്ഷിയുടെ കളക്ടറെ കൊണ്ടോ വില്ലേജ് ഓഫീസറെ കൊണ്ടോ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അതിൽ മുസ്ലിമായിട്ട് യാതൊരു ബന്ധമില്ല, മുസ്ലിം സമുദായത്തില്ല, ലീഗുമായിട്ടില്ല. അവിടെ ഒരു ഹിന്ദു സമ്മേളന പൂജ നടത്തൽ മുസ്ലിങ്ങൾക്ക് എന്ത്, അവർ ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് മുദ്രാവാക്യം വിളിച്ച ടീച്ചർക്ക് പറഞ്ഞോ, ഏതെങ്കിലും മദ്രസ പൊട്ടമ്പാട്ടി ഇറങ്ങി വാടാന്ന് പറഞ്ഞേ, ഇതിൽ വാപ്പാട് ജനിച്ച മക്കൾ ഇറങ്ങി വാടാന്ന് പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോൾ പിന്നെ കരണത്തിൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എത്ര ക്ഷമാശീല, അവർ യാതൊരു വായു മനസ്സില്ല. മുസ്ലിങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. മുസ്ലിം സമുദായമായിട്ടോ മുസ്ലിം ലീഗായിട്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഹിന്ദു സമുദായം അവിടെ പൂജ നടത്തുന്നു, നടക്കാതിരിക്കട്ടെ. അത് ശരിയല്ലേ, അങ്ങനെ സംവിധാനം ഇല്ല എന്നൊക്കെ പറയുന്നത് അതൊന്നും മുസ്ലിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. അത് തന്നെയല്ലേ മറ്റൊരു കാര്യം. ഞാൻ CP ജോണിൽ ഇപ്പോൾ ചോദിക്കുകയാണ്, ഇത് കേൾക്കാതിരിക്കില്ല. CP ജോൺ ഒരു വാക്ക് വേണ്ടി വന്നിട്ട് എന്താണ് ചോദിച്ചത്? തലശ്ശേരിൽ ബാലകൃഷ്ണൻ സാറിനെ കൊന്നതിൻ്റെ സഖാക്കൾ കൊന്നതിൻ്റെ വാർഷികം ഒരു CPMമായിട്ട് ബന്ധം, അതിൽ മുസ്ലിങ്ങളായിട്ട് ഒരു ബന്ധമില്ല. വിളിച്ച മുദ്രാവാക്യം എന്താണോ CP ജോണ്? നിങ്ങൾ കാണാതിരിക്കുന്നത്, കേൾക്കാതിരിക്കില്ലല്ലോ. CP ജോണ് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ഈ സംഘപരിവാർ പറയുന്നത്? ഈ സമുദായമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണത്. അതായത് നിങ്ങൾ അവരെ പറയുന്നതാണ് ഒരു വാക്ക് ചോദിച്ചോ? ഞാൻ CP ജോൺ പറയാൻ ഒരു മനുഷ്യത്വമായിട്ടാണ്. അതുപോലെ എല്ലാ ജോൺമാരോടും എല്ലാ തോമസാരോടും എല്ലാ രാമന്മാരോടും ചോദിക്കുകയാണ്. ഏത് രാമന് തോമസും മിണ്ടിയോ? ഇത് ഞങ്ങൾ ബാധിക്കുന്ന കാര്യമില്ല, അത് കാക്കന്മാരെ ബാധിക്കാറില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാലേ തല്ല് നിങ്ങൾക്കുള്ളും. ഞാൻ ഒരു കാര്യം പറയാം, CP ജോണൊക്കെ മനസ്സിലാക്കണം, ക്രിസ്ത്യാനിയാണ് പുള്ളി, നിരീശ്വരവാദി. എൻ്റെ ഓർമ്മ കേട്ടോ. ഒരു 100ഓളം ചെറുപ്പക്കാർ വടക്കേ ഇന്ത്യൻ സംഘപരിവാറുള്ള പാർട്ടിയിൽ, ഇന്ത്യൻ പാർട്ടിയിൽ എനിക്കറിയാവുന്ന പേര് ചേർന്നിട്ടുണ്ട്. 100ഓളം ചെറുപ്പക്കാർ കേരളത്തിൽ, എൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എനിക്കറിയാവുന്ന ആൾക്കാരും NDAയിൽ മുന്നണിയിൽ ചേർന്ന് വടക്കേ ഇന്ത്യയിൽ വരുന്ന ഓരോ ചെറിയ പാർട്ടികൾ എന്ത് ധരിച്ചു കളിക്കുന്നത്? തല്ലുകൊള്ളുമെങ്കിൽ ആരോടും നിങ്ങൾ മാറ്റി നിർത്താൻ ആരുടെ അവിടെ? ഞാൻ ഈ CP ജോണിൻ്റെ പേര് പറഞ്ഞ് പിണങ്ങാൻ പറ്റില്ല. അദ്ദേഹം കുറച്ച് മനുഷ്യത്വം ജാതിക്കുന്ന ആളാണ്, ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് ഇത്രയും അന്യായമല്ലേ? ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇത് ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ശാസ്ത്രീയ കൂട്ടായ്മയാണ്. പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവങ്ങൾ, അത് മുസ്ലിം സമുദായമായിട്ട് ഈ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റോ, നേരിട്ടോ അല്ലെങ്കിൽ നേരിടാതെയോ യാതൊരു ബന്ധമുള്ള കാര്യമില്ല. മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ സർക്കാർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. എന്താണ് സ്റ്റോപ്പ് കൊടുത്തത്? മന്ത്രി, നമ്മുടെ പിണറായിയുടെ മരുവൻ മന്ത്രിയില്ലേ, മന്ത്രി അവിടെ PWD പാലം പണിയാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ആശ എന്ന് പറഞ്ഞ ശ്രീധര സാർ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ സ്റ്റേ ആയിട്ട് കൊടുത്ത് അത് നിർത്തിച്ച് പാലം പണിക്ക് അങ്ങോട്ട്. എന്നിട്ട് ആ സ്ഥലത്തോടെ ഒരു തൽക്കാലം ഒരു ഇല്ലിമുള ഇട്ടായിട്ട് പാലം പണിതിയാൽ ഈ 1000 ആൾക്കാരിൽ നിന്ന് കയറുമ്പോൾ അത് പോയി മുങ്ങി 1000 ചത്തുപോയില്ലേ? ചത്തുപോയി ആര് സമാനം പറയും? ഉടനെ സർക്കാർ കുറ്റം പറയല്ലേ, മുസ്ലിങ്ങൾ കുറ്റം പറയല്ലേ? അതിൻ്റെ പേരിൽ വലിയ ലേകൾ ഇട്ടാക്കാണെങ്കിലോ? കാരണം ഗുജറാത്തിൽ ആ സംഭവത്തിൽ യാതൊരു ബന്ധം അവിടുത്തെ മുസ്ലിം സമുദായത്തിലില്ല. തെളിവ്, ശാസ്ത്രീയമായ തെളിവുണ്ട്. എന്നിട്ട് അത് മരിച്ച് കത്തിച്ചിട്ട് അത് കൊണ്ട് കാണിച്ചില്ലേ ഭരണം കിട്ടിയത്. 500 കിലോമീറ്റർ ട്രക്കിൽ കൊണ്ട് കാണിച്ച് ഏത് മനുഷ്യ പോയില്ലേ? മാറാട് 6 പേരെ കൊന്നു, അതിൻ്റെ പുറകിൽ കളിത്തരുത്. ഇതൊക്കെ ചെയ്തിട്ട് ഈ പാവ സമുദായത്തിൻ്റെ പേരിലൊക്കെ ഇറങ്ങുന്നത്. ഇനി ആ സമുദായം അങ്ങനെ തലവെച്ചു കൊടുക്കാൻ തയ്യാറില്ല. ഈ സമുദായം യാതൊരു കാരണവശാലും എടുത്ത് ചാടാൻ ചാടില്ല. ഞങ്ങളത് നിയന്ത്രിച്ചിട്ടവരെ. ഒരിക്കലും നിങ്ങൾ എടുത്ത് ചാടി RSS അല്ല, സംഘമില്ല, ഏത് ഉപ്പ് പോന്നാൽ നിങ്ങൾ എടുത്ത് ചാടരുത്. നിങ്ങൾ ഇതൊരു പ്രതീക്ഷ ഉണ്ടാകുകയും ചെയ്ത് അവലും മലരൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞ് മുദ്രാവാക്യം നടത്തില്ല, കൊച്ചെ കഴുത്തിൽ വെച്ചോണ്ട്. ആരാണ് അതിന് പണം കൊടുത്തത്?
അതിലൊരു മദൻ സി മേനോൻ, ഒരു സുധർ സി മേനോ ഒരു ഉണ്ടല്ലോ, ആ മേനോനൊക്കെ വലുതാണ്. അദ്ദേഹത്തെ കൂടി സംശയം പറയുന്ന ആൾക്കാർ, അദ്ദേഹം മരിച്ചുപോയി. സംഘപരിവാർ വളരാൻ വേണ്ടി മുസ്ലിം സമുദായത്തിൽ ഒരു ബണ്ടന്മാരെ ഒരു വിഭാഗത്ത് പണം കൊടുത്ത് അവർ വലുതാണ്. അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധവാക്യം വിളിക്ക് തെറ്റാന്ന് ആർക്കറിയാൻ പാടില്ലാത്ത കൊച്ചിനെ തലയിൽ ഇരുത്തിക്കൊണ്ട് ഒരു നെറികെട്ട കാക്കയും കാക്കയുടെ കുറെ കാക്കന്മാർ കൂടി ആ മുദ്രാവാക്യം വിളിച്ചു പോയാൽ അത് സമുദായത്തിന് ക്ഷീണം പറ്റുന്നുള്ള മനസ്സിലാകാത്ത വീഴ്ചകളായിരുന്നു അവർ. അപ്പം ആർക്ക് വേണ്ടി ആരിൽ നിന്ന് പണം വാങ്ങി അങ്ങനെ വന്ന് സംഘപരിവാർ വളർന്നു ഇപ്പോൾ അവർ കൊണ്ട് നേരെ അകത്തിട്ടില്ല, ഒരു ചോദ്യമില്ലാതെ. ഇതൊന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരല്ലെന്നേ. ഇവർക്ക് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യദ്രോഹികളും ഒക്കെ ഒന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന മുസ്ലിങ്ങളല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ച് അവർ രാജ്യദ്രോഹിയാകാൻ പറ്റില്ല, അവർ തീവ്രവാദിയാകാൻ പറ്റില്ല, അവർ ഭീകരവാദിയാകാൻ പറ്റില്ല, അവർ വിഘടനവാദിയാകാൻ പറ്റില്ല, അവൻ സാമൂഹ്യ ദ്രോഹിയാകാൻ പറ്റില്ല. കാരണം മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണെന്ന് പറയുന്ന ഒരു തത്വസംഹിതയാണ് ഇസ്ലാമിൻ്റെ ഖുർആനും ഹദീസും. മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പോലും പാവമാണ്, അവന് പ്രവർത്തിക്കാൻ പറ്റുമോ? അങ്ങനെ തത്വസംഹിതയുള്ള ഒരു സമുദായ നേതാക്കൾ സമൂഹത്തിൽ അല്ലെങ്കിൽ സമുദായ പ്രവർത്തകർ ഒരിക്കലും മറ്റൊരാളെ ആക്രമിക്കാൻ പോവില്ല. ആ ഒറ്റ പോയിന്റിൽ തന്നെ അവരൊന്നും മുസ്ലിങ്ങളല്ല. ആവശ്യമില്ലാതെ ആരോ പ്രോത്സാഹിപ്പിച്ച് പണം വാങ്ങി തീവ്രവാദം ഉണ്ടാക്കി സംഘപരിവാർ വളരാൻ വേണ്ടിയുള്ള ഒരു നേഴ്സറി മാത്രമായിരുന്നു. സത്യമായിട്ട് ഒരു ബന്ധമില്ല. 47 ഭരണം കിട്ടുമെന്ന് വിളിക്കുന്നല്ലോ ചില മക്കൾ. ഇപ്പോൾ ഇവിടെ പോയി അകത്ത് കിടക്കാണ്. 40 ഭരണം പിടിക്കും. അത് ഭരണം പിടിച്ചോട്ടെ, അതിൻ്റെ പറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇത് ആര് പറയിപ്പിച്ചു? ഇപ്പം 40% മുസ്ലിം കേരളത്തിൽ ആയി, അല്ലെങ്കിൽ 50% ആകാൻ പോകുന്നൊക്കെ പറയുന്ന ആരാണ്? സംഘപരിവാർ പ്രചാരണം കൊണ്ട് അവരുടെ പ്രകടനയാണ്. എങ്കിലാണ് മറ്റു സമുദായത്തെ, ഹിന്ദു സമുദായത്തെ ക്രിസ്ത്യൻ സമുദായത്തെ യോജിപ്പിക്കാൻ പറ്റുള്ളൂ. അത് അവർ പണി നോക്കും. ഞാൻ അവർ കുറ്റപ്പെടുത്താമല്ല, അത് അവർ പണി നോക്കും. അവർ പണി അതാണ്. ശവപ്പെട്ടി വിൽക്കുന്നതിന് കൂടുതൽ ശവം ഉണ്ടാവണം, അവരുടെ ലക്ഷ്യം അതാണ്. ഒരു ശവപ്പെട്ടി വിൽക്കുന്ന ആൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ സന്തോഷമായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വലിയ ദുഃഖം. എന്താ വെച്ചാൽ ഇവിടെ വന്ന പോലെ സീരിയസ് ആയിട്ട് വന്നു. അപ്പോൾ എൻ്റെ താഴെ ശവപ്പെട്ടി മരിക്കും, അപ്പോൾ പെട്ടി ചിലവാകുന്നതാണ്. ഇപ്പോൾ ആശ്വാസമുണ്ട്. അതുകൊണ്ട് ദുഃഖം എന്ന് പറഞ്ഞ പോലെ ശവപ്പെട്ടി വിൽക്കുന്നതിനെ സംബന്ധിച്ച് ശവം ഉണ്ടാകണം, ആയുധം വിൽക്കുന്നതിനെ സംബന്ധിച്ച് യുദ്ധം ഉണ്ടാകണം. ഒരു സംഘപരിവാരം സംബന്ധിച്ച് എന്ത് ചെയ്താലും വെള്ള അവരെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി ആര് കൊന്നാലും വെള്ള, ചത്താലും വെള്ള, എത്ര ഹിന്ദു മരിച്ചാലും കുഴപ്പമില്ല. ഇന്നൊരു ഹിന്ദു സന്യാസി കണ്ടേ തുണി അയച്ചു നോക്കിയത്, താടി കണ്ടിട്ട് കാക്കാനെ പോലെ തോന്നുന്നു തോന്നുന്നു പറഞ്ഞാൽ തോന്നിയില്ല. എന്നിട്ട് സംശയിക്കണം അയാളാണ് പരസ്യം തുണിയുടെ അയച്ചു കാണിച്ചോട്ട് കോപ്പ നോക്കണമെന്നുണ്ട്. നിങ്ങൾ ഈ മിണ്ടാതെ ഇരുന്നേ, ഞാൻ പറഞ്ഞില്ലേ, കേസ് ബാധിക്കാൻ വേണ്ടി കേസ് നടത്തിയ വക്കീൽ കേസ് ജയിക്കാൻ വേണ്ടി പ്രതിയോട് പറഞ്ഞ് ജഡ്ജി എന്ത് ചോദിച്ചാൽ നിങ്ങൾ ബബ്ബ പറയാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം ചെയ്യും ബബ്ബ പറഞ്ഞു പൊട്ടാന്ന് പറഞ്ഞു. കേസ് വെറുതെ വിട്ട് കഴിഞ്ഞ കേസ് ഫീസ് ചോദിച്ചു. അപ്പോൾ ഇയാൾ ബബ്ബ പറഞ്ഞ് വക്കീൽ ഒഴിവാക്കി. എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ജോണിൽപ്പെടെ നിങ്ങൾ ബബ്ബ പറഞ്ഞിരുന്നോ കേട്ടോ. ഞാൻ ജോണിൻ്റെ പേര് പ്രത്യേകം പറയാൻ കാരണം എനിക്ക് കൂടുതൽ ബന്ധമുണ്ട്, അദ്ദേഹം മനുഷ്യ ചെയ്യാതുകൊണ്ടാണ്. അല്ലാതെ അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്, ക്രിസ്ത്യൻ നേതാക്കളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിലൊക്കെ. എന്ത് ചെയ്യും നിങ്ങൾ? ഈ മലപ്പുറം ജില്ലയിൽ ഈ സംഭവം ടീച്ചറൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്ക് നിങ്ങൾ പ്രതികരിച്ചോ? നിങ്ങൾ എന്തിനാണ് അവിടെ മുസ്ലിങ്ങളെ പറഞ്ഞത്? അപ്പോൾ ഇതായിട്ട് എന്താ ബന്ധം? പറയടോ മരംകൊള്ളികളെ, നിങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾ പറയണം. ഒരു ക്രിസ്ത്യാനി പറഞ്ഞില്ല അതിനെക്കുറിച്ച്, ഒരു ഈഴവൻ പറഞ്ഞില്ല, ഒരു ദളിതൻ പറഞ്ഞില്ല. കാരണം ഞങ്ങളൊന്നും വർഗീയവാദികളും തീവ്രവാദികളൊന്നുമില്ല. ഞങ്ങളൊന്നും ഇതുപോലെ തീവ്രവാദികളും താല്പര്യമില്ല, അതിന് മുസ്ലിമാണി ആരായാലും. പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ സമുദായത്തെ ആവശ്യമില്ലാതെയും അസ്ഥാനത്തും അകാരണമായിട്ടും കുറ്റം പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ബിക്കോസ് ഐ എം മുസ്ലിം, അത് പറ്റില്ല. മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുമെന്ന് പറഞ്ഞില്ല, ഞാൻ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊരു വർഗീയവാദമൊന്നുമല്ല. ഞങ്ങൾക്ക് പഠിച്ചതിന് ശേഷം പറയുന്നത്, വെറുതെ പറയുന്നതല്ല, വികാരം കൊണ്ട് പറയുന്നില്ല. വളരെയധികം 100 വട്ടം ഉരുക്കി ചോദിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ വാക്ക് പുറത്തേക്ക് വരുന്നത്. അല്ല ആവേശം കൊണ്ട് പുറത്തേക്ക് ഞാൻ പറഞ്ഞു പോയതാണ് എന്നൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് സങ്കടമുണ്ടത്. മുസ്ലിം സമുദായം സമുദായം പലരും ചോദ്യം ഞാൻ നിങ്ങൾ പറയണം. ക്രിസ്ത്യൻ സമുദായത്തിൽ ഇത്രയും അനീതി നടന്നിട്ട് വളരെ വ്യക്തമാണ്. മറ്റെല്ലാം പോട്ടെ, ഒറ്റ കാര്യം പറയാം, മലപ്പുറം സംഭവത്തിൽ അത് സമുദായമായിട്ടോ എന്തെങ്കിലും ബന്ധം ഇതിൽ വന്നിട്ടുണ്ടോ? ബന്ധമായിട്ട് കാര്യമുണ്ടോ? അവർക്ക് എന്ത് കാര്യം?
ഹിന്ദു സമുദായം നടത്തട്ടെ. എന്നിട്ടാണ് മുല്ലാക്ക എന്താണ് മണ്ടന്മായ മദ്രസ ഉസ്താദ്മാർ ഇറങ്ങിയ വാപ്പക്ക് ജനിച്ച ആരെങ്കിലും വാ എന്നൊക്കെ പറയുമ്പോഴേ കേട്ടുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ പോയി കഴിഞ്ഞില്ലേ, അതൊന്നും ഇനി വക വച്ചുതരാൻ പറ്റില്ല ജോൺ സാറെ, അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ക്രിസ്ത്യൻ നേതാക്കളെ. നിങ്ങൾ പ്രതികരിക്കണത് നിങ്ങൾക്കെത് എന്തെങ്കിലും ശബ്ദം ഞങ്ങൾ പ്രതികരിക്കണ്ടല്ലോ, അത് ശരിയല്ലാതെന്ന് നിങ്ങളത് പ്രതികരിക്കാത്തത്. അപ്പോൾ അവർ നല്ല പിള്ള ആകാൻ നിൽക്കണം. ആ നല്ല പിള്ളൊക്കെ കളി നല്ലതൊന്നുമല്ല, അതൊക്കെ അപകടത്തിലേക്ക് പോവുള്ളൂ. ഇത്രയും മ്ലേച്ഛമായിട്ട് സത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് അതിനെതിരെ നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത് ചോദിക്കാണ്. വെള്ളാപ്പള്ളി ഉൾപ്പെടെ ക്രിസ്ത്യൻ നേതാക്കൾ ഉൾപ്പെടെ സഭ നേതാക്കൾ ഉൾപ്പെടെ ചോദിക്കണം, നിങ്ങൾ എന്താണ് അനീതിക്ക് പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങളത് പ്രതികരിക്കണ്ടേ? അത് സത്യം പറയുന്നത്, സത്യം മറച്ചു വയ്ക്കുന്നത് അനീതിയേക്കാൾ തുല്യമാണ്, കൂടുതലാണ്. ആ ജയശങ്കർ വക്കീൽ പോയി സംഘം പരിപാടി നാളെ കിട്ടും, അതിനുവേണ്ടി കോയിൽ ഊതാറക്കുക. പുള്ളി തന്നെ നാളെ BJP പോകണം, അതൊക്കെ പോകട്ടെ, കുഴപ്പമില്ല, അത് അവരവകാശമാണ്. പക്ഷെ അദ്ദേഹം മിണ്ടില്ല, അല്ലെങ്കിൽ തലശ്ശേരിയിൽ വിളിച്ചില്ലേ കൃഷ്ണൻകുട്ടി എന്നാൽ കുട്ടികൃഷ്ണൻ മാഷിൻ്റെ ചരമവാർഷികത്തിൽ പ്രതിഷേധ യോഗ നടത്തത്. ആ ജാഥയാണ്. ആ ജാഥയിൽ മുട്ടി പള്ളി വേണമെന്ന് അമ്പലം അമ്പലം ചെറ്റപ്പര പണിയും കഴുത്ത് മുള്ളി തലയില്ലാതൊക്കെ പറയുമ്പോഴേ അതും ആ ജാഥയായിട്ട് എന്താ ബന്ധമായിരുന്നു? ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഒരു വെങ്ങന്തരയുടെയെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു? അത് കേട്ട് ബന്ധമുള്ളതല്ല ചോദിച്ചോ? നിങ്ങൾ കേട്ടോളൂ, കേട്ടായിരിക്കില്ലല്ലോ, കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നൊരു തള്ള് എങ്ങനെയെങ്കിലും ഈ സമുദായത്തെ പരമാവധി മോശമാക്കുക, നശിപ്പിക്കുക, തകർക്കലെ. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ മലപ്പുറത്ത് അങ്ങനെ കൊടുത്തു വേടോ വെള്ളാപ്പള്ളിയൊക്കെ നമ്മൾ ചെയ്തു പറയാണ്. മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുത്തു ഈ സർക്കാർ? സ്കൂളെല്ലാം എടുത്തോ? 4-1 പോലും ഇല്ല മുസ്ലിങ്ങൾക്ക്. ക്രിസ്ത്യൻ സമുദായത്തിൽ നായർക്കും ഈഴനും കിട്ടിയതിൻ്റെ 3 ഇല്ല മുസ്ലിം സമുദായത്തിൽ. ഇതൊക്കെ പൊടി ഈ അടുത്ത കാലത്ത് എത്രയോ സെൻറ്റ് സ്ഥലം 20 സെൻറ്റ് ഇപ്പോൾ മാണിക്ക് കൊടുത്തല്ലേ, മാണി മരിച്ച മാണിക്കിന് അതിനു വേണ്ടി കരുണാകരന് കൊടുത്ത്, മറ്റേ RSSന് കൊടുത്ത്, വെള്ളാപ്പള്ളിക്ക് കൊടുത്ത്, NSSന് കൊടുത്ത്, ആർക്കും 1 ഇഞ്ച് ഭൂമിയെങ്കിലും മുസ്ലിം സമുദായത്തോ മുസ്ലിം സംഘടനകൾക്കോ കൊടുത്തത് കാണിക്കാൻ പറ്റുമോ? എന്നിട്ടും ആ സമുദായം മിണ്ടുന്നുണ്ടോ? കാരണം അവർ ഷണ്ണന്മാരെ പോലെ ആയിപ്പോയി. അവർ കാശ് എടുത്ത് ചെയ്യാൻ അവർ പഠിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞു, പിണറായി സഖാവിനെ കാണാൻ വേണ്ടി പാലം ചെന്നപ്പോഴേ നമ്മുടെ ഇപ്പം ജാഥ അയച്ചു പോയി. ഇന്നലെ ട്രിവാൻഡ്രത്ത് അവസാനിച്ചല്ലോ കാന്തപുരം ഉസ്താദ് എന്താ ചോദിച്ചറിയോ? ചരിത്രമല്ലേടോ, ഞാൻ പറഞ്ഞ കാണാപ്പടം വേണോ? ആലുവയിൽ യൂസഫിനെതിരെ ഇബ്രാഹിം നിർത്തിയത്, കളമശ്ശേരിയിൽ ഇബ്രാഹിം യൂസഫ് നിർത്തിയത്, രണ്ട് സ്ഥലത്ത് നിർത്തണം. ആകെ ഡിമാൻഡാണ്. 40% RSSകാർ പറഞ്ഞവർക്ക് 40% മുസ്ലിങ്ങൾ പറയുന്ന ഒരു സമുദായത്തിൻ്റെ ആകെ ഡിമാൻഡ് എന്താണ്? ആലുവയിൽ ഇബ്രാഹിമിനെതിരെ യൂസഫിനെയോ കളമശ്ശേരിയിൽ യൂസഫിനെ ഇബ്രാഹിം നിർത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളുകൊണ്ട് പിണറായി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉള്ളുകൊണ്ട് ചിരിച്ചതറിയോ? ഉള്ളുകൊണ്ട് ഈ കള്ളന്മാർക്ക് ഞാൻ ഇവിടുത്തെ രാജാവിനെ പോലെ നിൽക്കുന്ന പരമാധികാരി എൻ്റെ മുന്നിൽ വന്നിട്ട് 2 സീറ്റ് എവിടെയും ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണി സ്ഥാനത്തിൽപ്പെട്ട് 2 പേർക്ക് എവിടെയും സീറ്റ് കൊടുക്കുക. അത് ചോദിച്ചില്ലല്ലോ. അത് MES ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? പക്ഷെ ക്രിസ്തീയ സഭയും ഈഴവ സഭയൊക്കെ എത്ര സീറ്റുകളാണ് ഓരോ രീതി ചോദിച്ചിരിക്കുന്നത്, അവരവകാശം ചോദിക്കുന്നു. ഇത് കോർപ്പറേഷൻ മേയർ സ്ഥാനം തെരഞ്ഞെടുപ്പെട്ടില്ല, എത്ര വികലമായിട്ട് കളഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് എന്ത് പറഞ്ഞു? എനിക്ക് ലത്തീൻ സഭയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ആയെന്ന് പറഞ്ഞു. ചെയ്തോ? അത് പരസ്യമൊക്കെ വേണം, അത്ര കഴിവുള്ളൂ. ഇവരൊക്കെ നാളെ കോർപ്പറേഷൻ ഭരിച്ചാൽ എങ്ങനെ നന്നാവും? ഇതാണ് കാര്യം. എന്നിട്ട് എല്ലാ തെറ്റും പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ പേരിൽ. ലീഗിനെ പറഞ്ഞാൽ മുസ്ലിം ആവില്ലെന്ന് ഒരു സഖാവ് പറഞ്ഞിട്ട് അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ലീഗിന് വക്കൽ ഒരു വലിയ തെറ്റാണ് കേട്ടോ. അത് അവർ ചൊവ്വാവില്ല. ഇതൊന്നും ആവശ്യം കൊടുക്കണ്ട. ആ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയധാര പാർട്ടി ആണെങ്കിലോ ഇതൊന്നും പറയില്ല, കേൾക്കണിമ്പല്ല. അതാ കള്ളന്മാർ ചെയ്യില്ല. ആ മുസ്ലിം അല്ല ഈ പോരായിയൊക്കെ വരുന്നത്. ഒരു ദേശീയധാരയിൽ പേരിട്ടാണ് മത്സരിച്ചെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെങ്കിൽ സാമുദായിക പാർട്ടിയല്ല, ജാതി പാർട്ടിയല്ല, അത് ആത്മീയതയാണ്, ഭൗതികകാര്യമാണ്. രാഷ്ട്രീയം എന്ന ഭൗതികമാണ്. ഭൗതികത ആ പേരൊന്നും മാറ്റി ഈ കിറുക്കിട്ട് കുത്തുകൊള്ളണോ? ഈ നാണക്കേട് മുസ്ലിം സമുദായം പോലും അനുഭവിക്കണ്ട. അതൊരിക്കലും ചെയ്യില്ല.
അത് വളം കിട്ടും ആളെ പിടിക്കുന്ന സ്വഭാവം പോലെ അത് ആ കിട്ടുന്നത് പോകുന്നോട്ടെ കിട്. ഇപ്പം എന്താണ്, മഹാരാഷ്ട്രയിൽ മുസ്ലിം ലീഗിന് 4 മെമ്പർമാർ ജയിച്ചു. RSSന്റെ നാഗ്പൂരിൽ എത്ര ആയിരം സീറ്റ് ഇന്ത്യയിലുണ്ട്. അതിൽ 4 സീറ്റ് ജയിച്ചപ്പോൾ എന്താ ചന്ദ്രികയിൽ പ്രചരണമൊക്കെ ആയിക്കോട്ടെ. നമുക്ക് അവർ പാർട്ടിക്കാരും അവർ അനുഭവം. അപ്പോഴത് മുസ്ലിമിൻ്റെ പേരിലാണ്. അത് മറ്റുള്ളവർക്ക് വളരേണ്ട അവസ്ഥ അല്ല. ഇത് മനസ്സിലാകുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങൾ അങ്ങനെ സമുദായമായി സംഘടിച്ചാൽ ഭൂരിപക്ഷം അത് വളരെ സാധ്യതയില്ലേ. അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോലും നമ്മുടെ മുസ്ലിം ലീഗ് നേതാക്കൾ ഇല്ലാതെ പോയില്ലോ. ഒരു കുഞ്ഞിനെങ്കിലും ഇത്രയും മൊയ്തീൻ്റെ ഗ്രൂപ്പ് ഇത്രയും ശക്തമായിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അനുകൂലിച്ചും വെറുത്തും പിച്ചും എന്ന് പറഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്ത മുസ്ലിം എന്ന പേര് മാറ്റി രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, സമുദായത്തിൽ നിന്നോ ജാതി എന്നല്ല പറഞ്ഞു. ജാതിക്ക് ഒരു കുഴപ്പമില്ല, മുസ്ലിം സമുദായം ഒരു കുഴപ്പമില്ല. മറ്റേതൊരു പാർട്ടിയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന സമുദായമാണ്, ജാതിയാണ് ഇസ്ലാം. അതൊന്നും കുഴപ്പമില്ല. മുസ്ലിം രാഷ്ട്രീയത്തിൽ വരുന്നത് ഭൗതികമാണ്. ഭൗതികം വരുമ്പോൾ ജാതിപ്പേര് ഉപയോഗിക്കരുത്. അങ്ങനെ പാർട്ടി തുടങ്ങി 10-80 കൊല്ലം കഴിഞ്ഞപ്പോൾ നാഗപ്പൂരിൽ 4 MP ML 4 പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കി മുസ്ലിം ലീഗ്. വലിയൊരു കോലാഹലമാണ്. എന്താണ് ഈ സമുദായത്തെ നയിക്കുന്ന നേതാക്കൾ ഇത്രയും ചീപ്പായി ഇത്രയും മണ്ടം ചിന്തിക്കുമ്പോൾ ഇനി ഈ സമുദായത്തിലെ അണികൾ എന്താ ചെയ്യുക? ആരെയാണ് വിശ്വസിക്കുക? ആര് വിശ്വസിക്കും? നമ്മൾ 36 കോടി ജനങ്ങളുണ്ടായപ്പോൾ 100ഓളം മുസ്ലിം MPമാരുണ്ടായിരുന്നു. ഞാൻ മുസ്ലിം സമുദായത്തിൽ ബുദ്ധിജീവികളോട്, ചെറുപ്പക്കാരോട്, യുവാക്കൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും തീവ്രവാദത്തിൽ പോകരുത്. പോകാതെ നമ്മൾ കാര്യം നേടിയെടുക്കും. അത് ഞങ്ങൾ ശ്രമിക്കും. 100ഓളം MPമാരുണ്ടായിരുന്നു. ഈ മരിച്ചു ഇബ്രാഹിം സാഹിബിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത്ഭുതം പോലെ. അപ്പോൾ ആ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത്രയല്ല രാഷ്ട്രീയ ബോധമുണ്ടോ? അങ്ങനെ ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി കൂടെ നിന്ന് അങ്ങനെ വന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. പാവാണ്, ആൾ മരിച്ചു പോയില്ല പൊട്ടേണ്ട. അപ്പം 100ഓളം ചരിത്രമുണ്ട്. 100ഓളം MPമാരും മുസ്ലിം MPമാരത്. അന്ന് 305 MP ഉള്ളൂ. ഇന്ന് 530 543 ജനസംഖ്യ 150 കോടികളായി. എന്നിട്ട് 2 ഡസൻ 20 ഉള്ളൂ. മനസ്സിലായ വളർച്ച. ഇങ്ങനെ തളർന്നു പോയിരിക്കുവാണ്. ഇവരുടെ പ്രചരണമാണ് എല്ലാം മുസ്ലിം നേടിയത്. അങ്ങനെ നല്ലതാ ഈ മുസ്ലിം ലീഗ് ഒന്നും പറയുന്നില്ല കേട്ടോ. അവർ തപ്പിച്ച് ഇന്നലെ നാളെ അവർ അവസാനം രക്ഷയില്ലാതെ BJP ധാരണത്തിൽ സഖ്യാവും. ഒരു സംശയക്കാര്യത്തില്ല. നിങ്ങളൊന്നും പേടിക്കണ്ട. ആ ഇതിലാണ് പോകുന്നത്. അത്ര അവർ ചിന്തിക്കുന്നുള്ളൂ. അല്ല, അവർ ഫൈറ്റ് ചെയ്യുന്ന ഇതിൽ ഫൈറ്റ് ഇല്ല. ഈ നയത്തിൽ നിന്ന് അല്ലെങ്കിൽ കീഴടങ്ങി വിധേയത്വം കാണിച്ച് കുറച്ചു കാലം ഭരണം ഉണ്ടായി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി ദിവസങ്ങളൊന്നുള്ളത് ഒരു പിടിച്ചെടുത്തൊന്നുമില്ല. അത് കോൺഗ്രസ് കൂടെ നിന്ന് ഈ മുസ്ലിം സമുദായത്തെ കാണിച്ചിട്ട് അതൊക്കെ അപേക്ഷ വാങ്ങിച്ച് അവർ കുറച്ച് പേര് ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു എന്ന് പറയാം. അത് സമുദായം വളരില്ല. അത് മനസ്സിലാക്കണം. ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിം നേതാക്കൾ ചിന്തിക്കുന്നുണ്ടോ? ഇതിപ്പോൾ സന്തോഷം കൊണ്ട് മഹാരാഷ്ട്രയിൽ ഒരു മുസ്ലിം സംഘടന ഉണ്ടാക്കി. ഞങ്ങളാണ് ഏറ്റവും വലിയ അസംബ്ലി സ്ട്രെങ്ത് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് 4-5 സീറ്റും കിട്ടി. പിന്നെ ഉവൈസി വന്ന് തൊപ്പിയും താടി വെച്ച് അത് ജാതി പേര് ഉപയോഗിച്ച്. പിന്നെ വേറെ ആരൊക്കെ വന്ന്. നിങ്ങൾക്കൊന്നും ദേശീയധാരയിൽ, രാഷ്ട്രീയത്തിൽ ദേശീയധാരയിൽ വരാൻ പാടില്ലേ? നിങ്ങളുടെ മതം വിശ്വാസത്തിൽ തൊപ്പി വെച്ചോ ഡ്രസ് അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ പാർട്ടി ഉപയോഗിക്കുമ്പോൾ അതൊരു ദേശീയത, ജാതി ഇല്ലാത്ത രീതിയിൽ, മതം ഇല്ലാന്ന് അറിയത്തില്ല. ഒതുക്കിയമ്പള്ളി സംഘപരിവാർ ഇതെല്ലാം 2500 സംഘടനകൾ സംഘപരിവാറുണ്ട്. അതൊന്നും ഒരു ജാതി ഒരു പറഞ്ഞാൽ ഹിന്ദു മഹാസഭ ഇതൊക്കെ ചിലത് കേട്ടോ. ഹിന്ദു മഹാസഭ എന്നുള്ളത് ഇല്ലെന്നില്ല. പക്ഷെ അതൊക്കെ സാംസ്കാരികമായിട്ട് പോകുന്നുള്ളൂ, രാഷ്ട്രീയമായിട്ട് വരുന്നില്ലല്ലോ. ഇത് രാഷ്ട്രീയമല്ലേ? അവിടെയാണ് വിഷയം. നിങ്ങൾ സാംസ്കാരിക, നിങ്ങളിപ്പോൾ ഇന്നലെ കാന്തപുരം ജാഥ അയച്ചാൽ അതൊരു കുഴപ്പമില്ല. അതൊക്കെ സാംസ്കാരികമാണ്. ജമാഅത്ത് കൗൺസിലിനൊക്കെയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് ദേശീയധാരയിൽ നിൽക്കണം, അത് മതേതര സ്വഭാവം കാണിക്കണം, മുന്നോട്ട് പോകണം. അങ്ങനെ എന്തും ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗ്? അതിനൊക്കെ വില എത്ര കൊടുക്കണമെന്നറിയോ? അതിൻ്റെ അനുഭവിക്കുന്നത് കടലിൽ തിരയുണ്ടായാൽ കരയിൽ അവസാനിക്കും പോലെ, റബ്ബർ കണ്ട് എത്ര കണ്ട് അടിക്കുന്നോ അത്ര ഉയർത്തി പോകുന്ന പോലെ ഇതെല്ലാം തീക്ത ഫലം അനുഭവിക്കേണ്ടത് പാവം നിരക്ഷരായ വിദ്യാഭ്യാസ പണമില്ലാത്ത ദരിദ്രരായ മുസ്ലിങ്ങളാണ്. അവർക്കാണ്. അല്ല, ഒരു പണക്കാരനെ കൊല്ലുന്നില്ല. പശുവിൻ്റെ പേരിൽ, പന്നിയുടെ പേരിൽ ഒരു ഏത് പണക്കാരൻ മുസ്ലിം കൊന്നിട്ടുണ്ടോ?
അല്ല, അവരൊക്കെ ഒന്നാണ്. അവരെല്ലാം പരസ്പരം അങ്ങ് കല്യാണം കഴിക്കുകയാണ്. അതായത് ഇത്ര ഹിന്ദു BJP നേതാക്കളുടെ മക്കൾ പരസ്പരം അങ്ങോട്ടും ആ മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുകയാണ്. ഒരു പ്രശ്നമല്ല അവർ തമ്മിൽ. ഈ പാവപ്പെട്ടവരെ കൊല്ലാനാണ് പറ്റുള്ളൂ. നിങ്ങൾ പള്ളുരുത്തിയിൽ വെളുപ്പം കാലത്ത് സുബി നമസ്കാരം ഒരു കാർന്നൂർ 17 വയസ്സായിട്ടുണ്ട്. ആ കാർന്നൂരെ പതുക്കി കള്ളന്മാർ തല്ലിക്കൊന്നു. നിങ്ങൾ അങ്ങനെ കാലിൽ പോകുന്ന വഴിക്ക് അറിയുമ്പോൾ വലിയ പണക്കാരൻ കൊല്ലുന്നേ അപ്പോൾ ചൂടാവും കാര്യമുള്ളൂ. പാവപ്പെട്ട് പോകുന്ന കാര്യമുള്ളൂ. അത് മുതലെടുക്കണം. ഇതൊന്നും ശരിയല്ല എന്ന് പ്രത്യേകം പറയാണ്. രാഹുൽ ഗാന്ധിയുടെ കാര്യം പോയില്ല. ഇനി എന്താ ഉള്ളത് കേരളത്തിൽ അത്ര തൃപ്തികരമൊന്നുമല്ല. അത് മനസ്സിലാകുന്നില്ല. അതൊറ്റ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വീട്ടിൽ പറഞ്ഞു നിർത്താം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് കുറ്റം പറയല്ല. ഞാൻ കോൺഗ്രസ് അനുഭാവിക കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കൂടെ നിൽക്കില്ല. അവർ പറഞ്ഞു ഇത് പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കുള്ളൂ. അതാണ് 1000 ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതെന്താണ് അതൊരു ഞാൻ നിർത്തിയേക്കാം. വേറൊന്നുമല്ല. കോർപ്പറേഷനിൽ 10 സീറ്റാണ് UDF ഉണ്ടായത്. 50 സീറ്റ് വേണം ജയിക്കാൻ. ഈ 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ 40 സീറ്റ് കൂടി പിടിക്കണം. അത് കിട്ടൂല എന്ന് ആർക്കും അറിയാം. ഏത് കുഞ്ഞും അറിയാം. ആ 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ കണ്ടീഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFും കോൺഗ്രസും വിചാരിച്ച ബാക്കി 40 ഉൾപ്പെടെ 50 സീറ്റ് കിട്ടില്ല എന്ന് ഏത് കൊച്ചും അറിയാം. എന്നിട്ട് ആരെങ്കിലും വേണ്ടി മുസ്ലിം ലീഗിൽ പാലും വേണ്ടിയോ മുരളി കൊണ്ട് അവിടെ നിർത്തി മറ്റേ മരിച്ച അദ്ദേഹത്തിൻ്റെ മകനെ നിർത്തി കാര്യം ശരിയാണ്. 10 സീറ്റ് വരെ ഇപ്പോൾ 20 സീറ്റ് പിടിച്ചു. അത് 8 സീറ്റ് നിസ്സാര കാര്യമില്ല. വളരെ വലുതാണ്. വളരെ വലിയ ഡെവലപ്മെൻ്റാണത്. പക്ഷെ അത് എന്ത് പറ്റിയതറിയോ? പാർശ്വഫലം നോക്കണം. സൈഡ് എഫക്റ്റ് BJP ഭരണത്തിൽ കയറി. ഇനി BJP ഒഴിവാക്കാൻ പറ്റുമോ? ഇത് തന്നെ കേരളത്തിൽ അസംബ്ലിയിൽ വരാൻ പോകുന്നത്. ഇങ്ങനെ കളിച്ച് അവസാനം പാമ്പും കോണിയും കളിച്ച് അവസാനം BJP കേരളം ഭരിക്കും. അന്നാണ് മുസ്ലിം ലീഗ് കണ്ണുറക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതാക്കളെ കണ്ണുറക്കുന്നത്. ഞങ്ങളുടെ കളി മോശമായിപ്പെടുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും അടവ് നയം വെച്ച് കോൺഗ്രസ് ട്രിവാൻഡ്രത്ത് കിട്ടൂല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ വഴി കിട്ടുന്നത്. ഞങ്ങൾ 4-6 കോർപ്പറേഷനിൽ 1-2 കോർപ്പറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനവിടെ അടവ് നയം. ആ അടവ് നയം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉള്ളിലെ BJPയോട് എതിർപ്പില്ല. ആ പുറത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അകത്ത് ക്ലോസാണ്. പല കോൺഗ്രസ് നേതാക്കളും പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇപ്പം പ്രത്യേകിച്ച്. ഇത് അപകടമാണെന്ന് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ ക്ഷമിക്കാനോട്. പക്ഷേ സങ്കടം കൊണ്ടും നിരാശ കൊണ്ടും പറഞ്ഞു പോവാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഇലക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നിരാശ കൊണ്ടും ശരത് പവാറൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയില്ലേ? കോൺഗ്രസ് ഒന്നുമില്ലാത്ത അവസ്ഥയില്ലേ? ഒന്നുമില്ലാതെ BJP ഗ്രൂപ്പും വളരെ പെട്ടെന്ന് വളർന്നില്ലേ? നിങ്ങൾ കഴിവോടുകൊണ്ടല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. ഈ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്താതെ നിങ്ങൾക്ക് ഒരായി നിന്നും ചെയ്യുന്നത്.